ഇന്നത്തെ അറിയിപ്പുകൾ. ഓണക്കാല യാത്രാത്തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു എറണാകുളം വന്ദേ ഭാരതിൽ കൂടുതൽ കോച്ചുകൾ. നിലവിലെ 8 കോച്ചുകൾ 16 ഉയർത്തി. ഓണക്കാലത്തെ രൂക്ഷമായ യാത്രാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം റെയിൽവേ വർദ്ധിപ്പിച്ചു. നിലവിൽ 8 കോച്ചുകളുമായി സർവീസ് നടത്തുന്ന വന്ദേ ഭാരതിൽ ഇനി 16 കോച്ചുകളുണ്ടാകും. ഓഗസ്റ്റ് 17 മുതൽ 16 കോച്ചുകളുള്ള വന്ദേ ഭാരത് സർവീസ് തുടങ്ങും. ഇതോടെ ട്രെയിനിലെ ആകെ സീറ്റുകളുടെ എണ്ണം 530 നിന്നും 1128 ഉയരും. ബുധനാഴ്ചകൾ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ 5:10 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളത്ത് എത്തിച്ചേരും. തിരികെ എറണാകുളത്തു നിന്നുള്ള ട്രെയിൻ ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിയോടെ ബംഗളൂരുവിലെത്തും. ഓണക്കാലത്ത് ട്രെയിൻ ടിക്കറ്റുകൾക്ക് വലിയ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. സ്വകാര്യ ബസ്സുകളിലെ ഉയർന്ന നിരക്കും ടിക്കറ്റ് ലഭ്യതക്കുറവും യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിലാണ് വന്ദേഭാരതിലെ കോച്ച് വർധന. ഇത് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്ന മലയാളികളുടെ യാത്രാ ദുരിതത്തിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓണക്കാലത്തെ യാത്രാത്തിരക്കിന് ആശ്വാസമായി കർണാടക RTCയുടെ സ്പെഷ്യൽ സർവീസുകൾ. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് 150-ലധികം സർവീസുകളാണ് കർണാടക RTC പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്കെത്തുന്ന മലയാളികൾക്ക് ആശ്വാസം പകരുന്നതാണ് കർണാടക RTCയുടെ പുതിയ തീരുമാനം. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് 150 സ്പെഷ്യൽ സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 22 മുതൽ ഉത്രാടത്തലേന്ന് വരെയാണ് അധിക സർവീസുകൾ. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ആദ്യം പ്രഖ്യാപിച്ച 60 സർവീസുകൾക്ക് പുറമെ 90 സർവീസുകൾ കൂടി അനുവദിക്കുകയായിരുന്നു. ഓണക്കാലത്ത് ട്രെയിൻ ടിക്കറ്റുകൾ ലഭിക്കാത്തതും സ്വകാര്യ ബസ്സുകൾ ഉയർന്ന നിരക്ക് ഈടാക്കുന്നതും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് കർണാടക RTCയുടെ നടപടി. എന്നാൽ അധിക ബസ് സർവീസുകൾക്കൊപ്പം പ്രത്യേക ട്രെയിൻ സർവീസുകൾ വേണമെന്ന യാത്രക്കാരുടെ ആവശ്യം ഇതുവരെ പൂർണ്ണമായി പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഹുബ്ബള്ളിയിൽ നിന്ന് കൊല്ലത്തേക്കും കോട്ടയത്തേക്കും ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്കും മാത്രമാണ് റെയിൽവേ അധിക സർവീസ് നടത്തുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓണത്തിന് സർക്കാർ ജീവനക്കാർക്ക് സന്തോഷ വാർത്ത. ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസ് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപ പ്രത്യേക ഉത്സവ ബത്തയും ലഭിക്കും. ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാരിന്റെ ബോണസ് പ്രഖ്യാപനം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപയാണ് ഓണം ബോണസായി അനുവദിച്ചത്. ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് 3000 രൂപ പ്രത്യേക ഉത്സവ ബത്തയായി ലഭിക്കും. സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപയാണ് പ്രത്യേക ഉത്സവ ബത്ത. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും. ഉത്സവ ബത്തയുടെ വിതരണം ഓഗസ്റ്റ് 17 മുതൽ ആരംഭിക്കും. ഇതിനു പുറമെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും 20,000 രൂപ അഡ്വാൻസും അനുവദിച്ചിട്ടുണ്ട്. പാർട്ട് ടൈം കണ്ടിജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് 6000 രൂപ അഡ്വാൻസും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മലപ്പുറത്ത് എലിപ്പനി കേസുകൾ ഉയർന്നു. ഇതുവരെ 116 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് എലിപ്പനി വ്യാപനം ആശങ്കാജനകമായി തുടരുകയാണ്. ജില്ലയിൽ ഇതുവരെ 116 പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. ഈ മാസം മാത്രം 2 പേർ രോഗം ബാധിച്ച് മരിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ എലിപ്പനി ലക്ഷണങ്ങളുമായി 40 പേർ ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. എടവണ്ണ, മഞ്ചേരി, കാവന്നൂർ, തൃപ്പനച്ചി, ആനക്കയം, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരുനാവായ തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാർഷിക ശുചീകരണ മേഖലകളിലും മറ്റ് പുറം ജോലികളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് രോഗബാധയ്ക്ക് കൂടുതൽ സാധ്യതയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പനിക്കൊപ്പം ശക്തമായ ശരീരവേദനയോ കണ്ണിന് ചുവപ്പോ അനുഭവപ്പെട്ടാൽ ഉടൻ ആശുപത്രിയിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ പാടില്ലെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മലപ്പുറത്തെ സർക്കാർ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത് 16,634 പേരാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.